നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിനിടെ വടക്കൻ ഇസ്രായേൽ സൈനിക ആസ്ഥാനത്ത് ഇന്നലെ രാത്രി ഹിസ്ബുള്ള റോക്കറ്റുകളുടെ ആക്രമണം നടത്തി. ഇറാൻ സാമ്പത്തികമായും സൈനികമായും ധനസഹായം നൽകുന്ന ലബനൻ ആസ്ഥാനമായുള്ള സായുധ സംഘമാണ് ഹിസ്ബുള്ള. സായുധ സംഘം പതിവായി ഉപയോഗിക്കുന്ന 82 mm 132 mm റോക്കറ്റുകൾ, ഡസൻ കണക്കിന് കത്യൂഷ റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി ഹിസ്ബുള്ള പ്രസ്താവന ഇറക്കുകയായിരുന്നു. ലബനൻ ഔദ്യോഗിക ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്ത പ്രകാരം ശ്രീഫ, ഒഡേസ, റത്ലാവിൻ എന്നിവിടങ്ങളിൽ അടുത്തിടെ നടത്തിയ ആക്രമണങ്ങൾ ഉൾപ്പെടെ തെക്കൻ ലബനൻ ഗ്രാമങ്ങളിലേക്കുള്ള ഇസ്രായേൽ നുഴഞ്ഞുകയറ്റത്തിന് മറുപടിയായാണ് ആക്രമണമെന്നാണ് ആരോപണം. ലബനനിൽ നിന്ന് ഐൻ സേറ്റീം പ്രദേശത്ത് ഏകദേശം 35 റോക്കറ്റ് വിക്ഷേപിച്ചിരുന്നു. ആക്രമണങ്ങളിൽ ഇതുവരെ ലബനനിൽ 376 പേരും ഇസ്രായേലിൽ 10 സൈനികരും 8 നാട്ടുകാരുമാണ് കൊല്ലപ്പെട്ടത്. റോക്കറ്റ് ആക്രമണത്തിന്റെ ഉറവിടങ്ങൾ ലക്ഷ്യമിട്ട ഇസ്രായേൽ സൈന്യവും തിരിച്ചടിച്ചു. സമീപകാല പ്രകോപനങ്ങൾക്ക് മറുപടിയായി ടെഹ്റാൻ ശക്തമായ മുന്നറിയിപ്പ് നൽകിയതോടെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ അവസ്ഥയിലാണ്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനി മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഇറാനിൽ നിന്ന് കഠിനവും നിർണായകവുമായ പ്രതികരണത്തിന് കാരണമാകുമെന്നാണ് മുന്നറിയിപ്പ്. ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ സൈനിക ആസ്ഥാനത്ത് ഇന്നലെ രാത്രി ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയത്. അതിനിടെ ഇസ്രായേലിലെ നെതന്യാഹു സർക്കാരിനെതിരെ ആയിരങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. നെതന്യാഹു സർക്കാരിനെ പുറത്തിറക്കി പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുക, ബന്ദികളെ തിരികെ എത്തിക്കാൻ സർക്കാർ പുതിയ മാർഗങ്ങൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ടെൽ-അവീവിൽ ജനം പ്രതിഷേധിച്ചത്. 133 ഇസ്രായേലികൾ ഹമാസ് തടവിലുണ്ടെന്നാണ് കണക്കാക്കുന്നതെന്നും ഇവരെ മോചിപ്പിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഗാസയിലെ ഇസ്രായേൽ ആക്രമണം 7 മാസം പിന്നിടുമ്പോഴും ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നില്ലെന്ന പരാതി വ്യാപകമാണ്. ഇതിനു മുമ്പും ഇസ്രായേൽ സർക്കാരിന്റെ നടപടികൾക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണത്തിൽ ഇസ്രായേൽ ജനതയ്ക്ക് കടുത്ത അതൃപ്തി ഉണ്ടെന്നാണ് വ്യക്തമാകുന്നത്. ഒക്ടോബർ 7 ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണം നെതന്യാഹു സർക്കാരിന്റെ സുരക്ഷാ വീഴ്ചയെന്നാണ് ഭൂരിപക്ഷം ജനതയും കുറ്റപ്പെടുത്തുന്ന സർവേ ഫലവും പുറത്തുവന്നിരുന്നു. നീണ്ടകാലം ഇസ്രായേൽ പ്രധാനമന്ത്രിയെ തുടരുന്ന നെതന്യാഹു ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ തോൽക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ ഇസ്രായേൽ സംഘർഷ സാധ്യതയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തിരിച്ചടികളും ആഗോളതലത്തിൽ ആശങ്കകൾ സൃഷ്ടിക്കുകയാണ്. ഇതിനിടയിൽ ബന്ദികളുടെ മോചന വിഷയത്തിൽ നിന്നും ഇസ്രായേൽ വ്യതിചലിച്ചു പോകുമോ എന്നും സമയം അതിക്രമിച്ചുവെന്നുമാണ് ബന്ദികളുടെ ആശങ്കയെന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്തവരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ പ്രധാനമന്ത്രിയായി തുടരാൻ നെതന്യാഹു യോഗ്യനല്ലെന്ന് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായർ ലാപിഡും പറഞ്ഞിരുന്നു. അതേസമയം തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ലെന്നും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുമെന്നുമുള്ള നിലപാടിലാണ് നെതന്യാഹു. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം ഇതോടെ 34,000 കവിഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.